എബ്രായ ലേഖനം 13-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തുവെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഇബ്രായ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനമാണല്ലോ. യഹൂദ വിശ്വാസത്തിൽ നിന്ന് യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വന്ന് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് സാക്ഷാൽ ദൈവഭക്തി അറിഞ്ഞ ദൈവമക്കളോട് അവരുടെ ജീവിതത്തിൻ്റെ പാരമ്പര്യത്തെക്കാൾ വലിയവനായൊരു ക്രിസ്തു ഉണ്ടെന്ന് എബ്രായ വിശ്വാസികൾക്ക് പഴയ നിയമ പുസ്തകങ്ങളുടെ പല ഉദാഹരണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ പഠിപ്പിക്കുകയാണ്. അനേക സെറിമണീസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ എല്ലാം പൊരുൾ യേശു ക്രിസ്തുവാണ്. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാകും, യേശു ക്രിസ്തു സമാഗമന കൂടാരത്തെക്കാൾ വലിയവനാണ്. യേശു ക്രിസ്തു യാഗപീഠത്തെക്കാൾ വലിയവനാണ്. യേശു ക്രിസ്തു ശലോമോനേക്കാൾ വലിയവനാണ്. യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവനാണ്. എബ്രായ ലേഖനത്തിൽ പഠിക്കുമ്പോൾ മാത്രമേ പഴയ നിയമ വിശ്വാസികൾക്ക് നിഴലായി കൊടുത്തതിൻ്റെ മാധുര്യം മനസ്സിലാകൂ. ഇവിടെ ഒരു യാഗപീഠത്തെക്കുറിച്ച് പറയുകയാണ്. എന്താ എബ്രായ വിശ്വാസികൾക്ക് യാഗപീഠം? പ്രത്യേകിച്ച് പാപയാഗത്തെക്കുറിച്ച് ഇവിടെ ഒന്ന് സ്പർശിക്കുന്നുണ്ട്. പാപം ചെയ്തു കഴിഞ്ഞാൽ കുറ്റമുള്ള മനസാക്ഷിയുമായി ജീവിക്കുമ്പോൾ നീതീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് യാഗപീഠത്തിൻ്റെ അടുക്കൽ വന്ന് അവരുടെ പാപത്തിനു വേണ്ടി പാപപരിഹാര ബലി അർപ്പിച്ച് രക്തം തളിച്ച് യാഗവസ്തുവിന്റെ ഉടൽ പാളയത്തിന് പുറത്ത് ദഹിപ്പിച്ചു. അതാണ് നടക്കുന്നത്. അത് സംഭവിച്ചു കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ പ്രമാണങ്ങൾ അനുസരിച്ചതുകൊണ്ടുള്ള ഒരു സംതൃപ്തി. എന്നാൽ എബ്രായ ലേഖകൻ പറഞ്ഞു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തമോ മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം കൊണ്ടോ ദുർമനസാക്ഷി നീങ്ങത്തില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനമുണ്ട്. ദുർമനസാക്ഷി നീങ്ങുന്നത് അവിടെയാണ്. അങ്ങനെയുള്ളൊരു വീണ്ടെടുപ്പ് പ്രാപിച്ച് പ്രായശ്ചിത്തം ചെയ്തത് അനുഭവമാക്കി നീതീകരിക്കപ്പെട്ട, അങ്ങനെയാണ് നാം ഇവിടെ വായിക്കുന്നത്, തൻ്റെ ജനത്തെ വിശുദ്ധീകരിച്ച്, അങ്ങനെയുള്ള നാം, അങ്ങനെയാണ് ഇവിടെ ആരംഭിക്കുന്നത്. നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു പോകുക. 13-ാമത്തെ വാക്യം. ആരാണ് നാം? ഞാനിപ്പോൾ സൂചിപ്പിച്ചു, കർത്താവിൻ്റെ യാഗം ജീവിതത്തിൻ്റെ അനുഭവമാക്കിയ ദൈവമക്കൾ. So it is those who have experienced the cross, not those who have heard the gospel, those who have experienced the gospel. അവരുടെ ജീവിതത്തിൻ്റെ അനുഭവമായി തീർന്നു. നാം നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് പോകുക. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ദൗത്യമില്ലാത്തതിൻ്റെ കാരണം അനുഭവത്തിൻ്റെ കുറവ് കൊണ്ടാണ്. If you know him personally, if you have experienced him, there will be no poverty in going or giving for the Lord. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൻ്റെ കുറവ് കൊണ്ട്, എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിഞ്ഞുകൂടാ, നന്നായിട്ടല്ല ഒട്ടും അറിഞ്ഞുകൂടാ, എങ്കിലും ദൈവദാസൻ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു ഹമാരാ പരമേശ്വർ. അതിനുശേഷം പറഞ്ഞു സർവശക്തനായ പരമേശ്വർ. പിന്നീട് പറഞ്ഞതാണ് എന്നെ വളരെ സ്വാധീനിച്ചു, മേരാ പരമേശ്വർ. അപ്പോൾ അടുത്ത വാക്യം അർത്ഥവത്തായി തൻ്റെ ജീവിതത്തിൽ തീർന്നത്
യേശു ക്രിസ്തു എന്റെ ദൈവം. എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ യാതൊരു വഴിയുമില്ലാതെ ഹൃദയവേദന അനുഭവിച്ച മനുഷ്യജാതിക്ക് കാൽവറി ക്രൂസിൽ നടന്ന പരമയാഗം, നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്, പാപം കൂടാതെ നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ, ഇത്ര വലിയവനായ ദൈവത്തിന്റെ പുത്രൻ, അവന്റെ പാപം നിമിത്തമല്ല, എന്റെ പാപം നിമിത്തം അവൻ നമുക്ക് വേണ്ടി മൂന്നാണികളിൽ മേൽ തൂന്നി അവന്റെ സകല രക്തവും നമുക്ക് വേണ്ടി വാർത്ത് ഒഴുകി. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കുവാൻ. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ടു ക്ലെൻസ് യു. അതുകൊണ്ടാണ് സന്തോഷത്തോടെ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ടെന്ന് സംശയത്തോടെയല്ല പറയുന്നത്. എൻ്റെ ഒരു ആന്റി, എൻ്റെ വൈഫിന്റെ ആന്റി, 88 വയസ്സുണ്ട്. വളരെ പ്രായം ചെന്ന് മരണത്തോടടുത്ത് കിടക്കുകയാണ്. ഒന്നര ആഴ്ചക്ക് മുമ്പ് മരണത്തോട് ഏറ്റവും അടുത്ത് ഒന്ന് സിങ്ക് ചെയ്തു. അപ്പോൾ മരണത്തോടടുത്ത സമയത്ത് മകൻ MRFിലായിരുന്നു, റിട്ടയർ ചെയ്തു, കൂടുണ്ട്. അമ്മ അടുത്ത് നിപ്പുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി, എമർജൻസി. അപ്പൊ അമ്മ കൂടെ പിടിച്ചു, മോനെ ഇറ്റ് ഈസ് വെരി ഡാർക്ക്. മദ്രാസിലൊക്കെ താമസിച്ചുകൊണ്ട് ഇംഗ്ലീഷ് കൂടുതൽ പറയും. അപ്പോൾ ഈ അവസാന നിമിഷം, മോനെ ഇറ്റ് ഈസ് വെരി ഡാർക്ക്. ഒരല്പം കഴിഞ്ഞപ്പോൾ അമ്മ മകനോട് പറഞ്ഞ വാക്കിതാണ്, മോനെ, ജീസസ് പെയ്ഡ് ഇറ്റ് ഓൾ. ജീസസ് പെയ്ഡ് ഇറ്റ് ഓൾ. നിത്യതയിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ എങ്ങനെ അവിടെ പോയി നിൽക്കും എന്നുള്ള ചിന്തയോ ഭാരമോ അവളുടെ ഉള്ളിൽ വന്നപ്പോ എങ്ങനെ നിൽക്കും? പെട്ടെന്ന് ദൈവം അവളെ ഓർപ്പിച്ചതാണ്, നിന്റെ സകല പാപത്തിന്റെയും അതിനുള്ള വില കർത്താവ് കൊടുത്തു. ജീസസ് പെയ്ഡ് ഇറ്റ് ഓൾ. ഇതനുഭവിച്ച ദൈവമക്കളായ നാം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സോ മിഷൻ ഈസ് ഓൾ ഫോർ ഓൾ ദോസ് ഹു ഹാവ് എക്സ്പീരിയൻസ്ഡ് ദിസ് ഗ്രേറ്റ് ബ്ലെസ്സിംഗ്. ഇതനുഭവിക്കാതെ ഞാനോ നിങ്ങളോ എത്ര ശ്രമിച്ചാലും എത്ര ട്രംപറ്റ് ചെയ്താലും കർത്താവിന്റെ മിഷൻ നടക്കത്തില്ല. യേശുവിന്റെ മിഷൻ നടക്കുന്നത് കർത്താവിനെ അനുഭവിച്ച ദൈവമക്കൾക്കാ. ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ വളരെ സ്ട്രേറ്റ് ആയിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഡു യു നോ ഫോർ ഷുവർ ദാറ്റ് യു ബിലോങ് ടു ഹിം? കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? അവൻ എന്റെ രക്ഷകൻ, സർവശക്തനായ ദൈവം, നമ്മുടെ ദൈവം. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ എന്റെ ദൈവം എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ദ മിഷൻ. അതുകൊണ്ട് ആകയാൽ നാം ഈ അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് നമുക്ക് വേണ്ടിയാണ്. എന്ത് ചെയ്യണം? നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് പോകണം. ഗോ. അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കമാൻഡ് എന്നാന്നറിയാമോ? ഗോ. നമുക്കെല്ലാം ഇഷ്ടം എന്നാന്നറിയാമോ? വി വാണ്ട് ടു സ്റ്റേ. ആർക്കേലും നീങ്ങാൻ ഇഷ്ടമാണോ? സെക്യൂരിറ്റി വിടാൻ ഇഷ്ടമാണോ? പാളയത്തിന്റെ സെക്യൂരിറ്റി, കംഫർട്ട് സോൺ എനിക്കും നിങ്ങൾക്കും ഇഷ്ടമല്ല. എന്നാൽ യേശു കർത്താവിന്റെ മിഷൻ നടക്കണമെങ്കിൽ പോകണം. മിഷൻ പ്രവർത്തകരായി ഞങ്ങൾ ചെയ്യുന്ന ഒരു ദോഷമുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറയും, ഒന്നുകിൽ നിങ്ങൾ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ അയക്കണം. ഗോ ഓർ സെൻഡ്. തെറ്റാ. ഞാനിതൊന്ന് കറക്റ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഗോ ആൻഡ് സെൻഡ്. പോകുകയും ചെയ്യണം, അയക്കുകയും ചെയ്യണം. എല്ലാവരെയും ദൂരദേശത്തേക്ക് അയക്കുന്നില്ല. എന്നാൽ നമ്മുടെ ആ കംഫർട്ട് സോൺ ഉണ്ടല്ലോ, ആ അനുഭവത്തിൽ നിന്നൊന്ന് പുറത്തോട്ട് വരണം. എവിടെ പോകണം? പാളയത്തിന്റെ പുറത്ത്. ചിലത് പറയുമ്പോൾ മനസ്സിലാവും. എന്താ പാളയത്തിന്റെ പുറത്ത്? ലേവ്യ 13:46. കുഷ്ഠരോഗികളെല്ലാം അവിടെ പോകണം. എങ്ങോട്ട് പോകണം? അവിടെ പോകണം. മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവരെവിടാ? അവരും പാളയത്തിന്റെ പുറത്താ. അശുദ്ധരായിട്ടുള്ളവരെവിടാ?
അവരും പാളയത്തിന്റെ പുറത്താണ്. ഈ ദേശത്തുള്ള മാലിന്യം മുഴുവൻ എവിടാ കളയുന്നതെന്നറിയാവോ? അതും പാളയത്തിന്റെ പുറത്താണ്. എനിക്കും നിങ്ങൾക്കുമുള്ള വിളി എങ്ങോട്ടാന്നറിയാമോ? അങ്ങോട്ടാ. നമുക്ക് ഈ 4 ഭിത്തികളുടെയും നമ്മുടെ ജീവിത സൗകര്യങ്ങളാകുന്ന ഭിത്തികളുടെയും കംഫർട്ട് സോണിൽ ഇരിക്കാതെ വി ഓൾ നീഡ് ടു ഗോ. ഞാനും നിങ്ങളും പോകണം. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അന്ത്യോക്യയിൽ നല്ല സഭയിൽ നല്ലൊരു മോഡൽ ചർച്ച് കാണണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യം ഒന്ന് വായിച്ചാൽ മതി. പ്രവാചകന്മാരെ കൊണ്ട് നിറഞ്ഞ, ഉപദേഷ്ടാക്കന്മാരെ കൊണ്ട് നിറഞ്ഞ, പ്രാർത്ഥിക്കുന്ന അന്ത്യോക്യ സഭ, വണ്ടർഫുൾ ചർച്ച്. ദൈവം ഒരു കൽപ്പന പൗലോസിനെയും ബർന്നബാസിനെയും എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുക. യു നോ വാട്ട് ഇറ്റ് മീൻസ്? Paul and Barnabas, go. You feel so wonderful there, wonderful church, but my commandment is to go. ശമരിയയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുക. പ്രസംഗിച്ച് ഇങ്ങനെ പ്രസംഗിച്ചവരെ ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെയാണ് പറയുന്നത്, പട്ടണം സന്തോഷിച്ചു. The town, the city rejoiced. നല്ല ശുശ്രൂഷയല്ലയോ? ദൈവം ഫിലിപ്പോസിന്റെ ചെവിയിൽ മന്ത്രിച്ചു, ഫിലിപ്പോസെ നീ പോകണം. എങ്ങോട്ട് പോകണം? ഗസയ്ക്കുള്ള വഴിയെ നീ പോകണം. അപ്പോൾ കർത്താവ് നമ്മോട് അങ്ങനെ ഇരിക്കുമ്പോൾ മന്ത്രിക്കുന്നു, ടു ഗോ. നമ്മുടെ ജീവിതത്തിന്റെ കംഫർട്ട് സോൺ, നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ തോൽവി എവിടാന്നറിയാമോ? നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത വർദ്ധിപ്പിക്കണം. എന്നാൽ ദൈവം നമ്മെ അയച്ചിരിക്കുന്നു. സുവിശേഷ വേലയെ കുറിച്ച് പൊതുവായി പറഞ്ഞതിന് മുമ്പേ ഞാൻ പറയട്ടെ, നിങ്ങളുടെ നെയ്ബർഹുഡിൽ അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകണം. കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഗോഡ് നീഡ്സ് യു. നിങ്ങളാൽ ആവോളം ചെയ്യണം, പുറത്തേക്ക് പോകണം. കർത്താവിന്റെ ദാസനിൽ നിന്ന് കേട്ടല്ലോ, എല്ലാവരെയും അതുപോലൊന്നും വിളിക്കുന്നില്ല. എന്നെയും അദ്ദേഹത്തെയൊക്കെ വിളിച്ചതുപോലെ പൂർണ്ണസമയം എല്ലാവരെയും വിളിക്കുന്നില്ല. ബട്ട് യു നീഡ് ടു ഗോ. രണ്ടാമത് നോക്കിക്കാട്ടെ, അവന്റെ നിന്ന ചുമക്കണം. ദാറ്റ്സ് മിഷൻ. വാട്ട് ഈസ് മിഷൻ? To carry his reproach. പ്രയാസം ഇല്ലേ? യേശുവിന്റെ നാമത്തോട് ചേർന്ന് നിന്നാൽ പഴിക്കും, ദുഷിക്കും, അനേകർ പരിഹസിക്കും. കർത്താവിന്റെ വകയാണെന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ അഡ്രസ് ഇല്ല. ക്രൂശ് ഇന്ന് ഈ പള്ളിയുടെ മുകളിൽ ഇറ്റ് ഈസ് എ ഡെക്കറേഷൻ. ഈ കഴുത്തെ കെട്ട് തൂക്കിയാലും ഒരു ഡെക്കറേഷനാ. പക്ഷേ ക്രൂശിന്റെ ജീവിതമുണ്ടല്ലോ, ഈ ലോകത്തിൽ ഒരു ഡെക്കറേഷൻ അല്ല, പരിഹസിക്കപ്പെടുന്ന മാർഗമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചൊന്ന് സാക്ഷിച്ചു നോക്കിക്കേ. ലോകം നോക്കി പുച്ഛിക്കും, പരിഹസിക്കും. ആ വഴിയെ പോകാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ആരും ഗുരുവിനേക്കാൾ വലിയവനാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ. ആരും ഗുരുവിനേക്കാൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നില്ല. ഗുരു പോയ നിന്നയുടെ പാതയിൽ കൂടെ നടക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ടു ഐഡന്റിഫൈ വിത്ത് ഹിം, ടു സഫർ വിത്ത് ഹിം, ടു സാക്രിഫൈസ് ഫോർ ഹിം. മനുഷ്യരുടെ മാനം അന്വേഷിക്കാതെ ദൈവത്തിന്റെ മാനം അന്വേഷിക്കുക. ദൈവസഭയെ ആ വാക്കുകൾ ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നോട്ട് ടു സീക്ക് ദ ഓണർ ഓഫ് മെൻ, ടു സീക്ക് ദ ഓണർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വം, അവനിൽ നിന്നുള്ള മാനം മതി. അൽപായുസിൽ ദൈവത്തിന്റെ മാനം അന്വേഷിച്ച് ജീവിച്ചാൽ അതാണ് മിഷൻ. ഒന്ന് പോകണം. രണ്ടാമത് പറഞ്ഞു, അവന്റെ നിന്ന ഞാനും നിങ്ങളും ചുമക്കണം. മൂന്നാമത് പറഞ്ഞു, വേഗത്തിൽ പോയി, അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കണം. മിഷൻ ഈസ് എ ലൈഫ് ഓഫ് കൺഫെഷൻ ഓഫ് പ്രൈസ് ആൻഡ് ടെസ്റ്റിമണി. സ്തോത്രം ചെയ്യണം. ഇന്നത്തെ ദൈവസഭയുടെ ഒരു തോൽവി എന്താണെന്നറിയാമോ? സൈലന്റ്. പള്ളിക്കകത്ത് വളരെ നോയ്സിയാ. എനിക്ക് തോന്നുന്നത് ആവശ്യത്തിലും അധികം ഞാനും നിങ്ങളും നോയ്സി ആയിട്ടുണ്ട്. പല രീതിയിലുള്ള നോയ്സും ഉണ്ട്. സ്തോത്രത്തിന്റെ നോയ്സും ഉണ്ട്, അല്ലാത്ത നോയ്സും ഉണ്ട്. എന്നാൽ ഈ ഭിത്തി വിട്ട് കഴിയുമ്പോൾ നമുക്ക് ശബ്ദമില്ല. വെരി സൈലന്റ്. വി ഡോണ്ട് വാണ്ട് എനിബഡി ടു നോ. ദൈവം ചെയ്ത നന്മകൾ ഒന്ന് പറയണ്ടായോ? കർത്താവ് തരുന്ന കൃപകളെ കുറിച്ച് ആരോടെങ്കിലും പറയണ്ടായോ? ഒരു കുഷ്ഠരോഗി സൗഖ്യമാക്കി,
അവൻ പോയ വഴി ദൈവശാസ്ത്രം പ്രസംഗിച്ചെന്നല്ല എന്റെ വിശ്വാസം. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട് മകനെ, നീ സൗഖ്യമാകാം. സൗഖ്യമായി കഴിഞ്ഞ ഉടനെ അവൻ പോയി എല്ലായിടത്തും ഘോഷിച്ചു. He did not preach great doctrines. He said, ഞാൻ അശുദ്ധനായിരുന്നു, എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. ഞാൻ ചോദിക്കട്ടെ, സൈലന്റ് ക്രിസ്ത്യൻ ആണോ? ചിലർ പറയുമോ ഞാനൊരു സൈലന്റ് ക്രിസ്ത്യനാ. അങ്ങനെ ഒരു കൂട്ടര് ദൈവവചനത്തിലില്ല. കർത്താവ് ഉള്ളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദരം തുറന്ന് കർത്താവിനെ കുറിച്ച് പറയും. വി മസ്റ്റ് ടെൽ അതേഴ്സ്. ആരെ ഒഫൻഡ് ചെയ്യണ്ട. നമ്മുടെ നാവ് കൊണ്ട് യേശു എത്ര നല്ലവനാണ്, കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയണം. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? We need to praise him. We need to tell about Jesus. എസ്തറിനോട് പറഞ്ഞ വാക്കുകൾ ഓർക്കണം. ആ വാക്യമാണ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. എസ്തറിനോട് മൊർദെഖായി പറയുന്നു, ദൈവം നിന്നെ ഒരു അനാഥയായിരുന്ന അവസ്ഥയിൽ നിന്ന് ഉയർത്തി ഇപ്പോൾ രാജസ്ഥാനത്തേക്ക് വന്നു. ഇപ്പോൾ യഹൂദന് നാശം വന്ന് ഭവിക്കാൻ പോകുകയാണ്. എസ്തറെ, ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ, ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ യഹൂദന് രക്ഷ എവിടെ നിന്നെങ്കിലും ദൈവം കൊണ്ടുവരും. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. We should not keep silent. If we keep silence now, God will deliver his people. ദൈവത്തിന് ഈ ദേശത്തൊക്കെ വേറെ സുവിശേഷം അറിയിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നാം ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. ദൈവം മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കും. സൈലന്റ് ക്രിസ്ത്യനാണോ? ടെൽ അതേഴ്സ് അബൌട്ട് ദ ലോർഡ് ജീസസ്. സാധാരണ വാക്കുകൾ മതി കേട്ടോ. കർത്താവ് നല്ലവനാണെന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു സ്പാസ്റ്റിക് ബോയിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവനും ഒരു ക്യാമ്പിന് പോയി. സ്പാസ്റ്റിക് ബോയ് അങ്ങനെയുള്ള രോഗമുള്ളവരെ കുറിച്ച് അറിയാമല്ലോ. കൈക്കും കാലിനും ഒന്നും നിയന്ത്രണമില്ല. അവന് പോയപ്പോൾ ആ ക്യാമ്പിലുള്ള പിള്ളേരെല്ലാം അവനെ കളിയാക്കി. അവൻ ആക്ട് ചെയ്യുന്നു, അവന്റെ മസിലിന്റെ മേലൊന്നും അവന് നിയന്ത്രണമില്ല. അവനിങ്ങനെ ആടുന്നത് പോലെ അവരും ആടി, പിള്ളേരെല്ലാം കളിയാക്കി. എന്നാൽ ക്യാമ്പെല്ലാം കഴിഞ്ഞു. അവസാനം ക്യാമ്പ് ഫയറിന്റെ ടൈമുണ്ട്. ക്യാമ്പ് ഫയറിന്റെ ടൈമിൽ ഓരോരുത്തർ വന്ന് ക്യാമ്പിൽ അനുഭവിച്ചതൊക്കെ സാക്ഷിക്കുന്ന ഒരു അനുഭവം. പലരും സാക്ഷിച്ചു. അവസാനം ഈ കുഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റു. അവൻ നടന്നു വരുന്നതേ പ്രയാസമാണ്. He doesn't have control over his body. വളരെ വിഷമിച്ച് വന്ന് പോഡിയത്തിന്റെ അവിടെ നിന്നു. ടോണി കാമ്പെല്ലോ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞ സാക്ഷ്യമാണ്. അദ്ദേഹം പറഞ്ഞു, അവിടെ നിന്നോണ്ട് പറഞ്ഞു, ജീസസ് ലവ്സ് മീ. ഞാൻ പറഞ്ഞപ്പോ ഇത്രയും വേഗത്തിൽ പറഞ്ഞു. എന്നാൽ നാക്കിന്റെ മേലും ചുണ്ടുകളുടെ മേലും നിയന്ത്രണമില്ലാത്ത ഈ കുഞ്ഞ് വളരെ ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, യേശു എന്നെ സ്നേഹിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഐ ലവ് ജീസസ് ടു. വേഗത്തിലല്ല പറഞ്ഞു കേട്ടോ, വളരെ സാവധാനം. അവിടെ ഇരുന്ന കുഞ്ഞുങ്ങളെല്ലാം കണ്ണുനീരിലായി. ദൈവത്തിന്റെ ദാസൻ ടോണി കാമ്പെല്ലോ പറഞ്ഞു, ആ ക്യാമ്പിൽ വന്ന കുഞ്ഞുങ്ങളെല്ലാം സുവിശേഷ വേലക്കാരായി. കഴിവുള്ളവനെയല്ല ദൈവം ഉപയോഗിച്ച്. അതരം തുറന്ന് യേശു എന്നെ സ്നേഹിക്കാം. കർത്താവ് ഒരു നാവ് തന്നത് അവനെ സ്തുതിക്കാനാ. ഇറ്റ് ഈസ് ടു പ്രൈസ് ഹിം. ലെറ്റ് മീ ടെൽ യു become very clear. You know the reason why God gave you breath in your life. The reason why God gave breath in your life, it is to praise him. നാം നിശബ്ദരാകുന്നു, അതോ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ മടിക്കാത്തവരാണോ? 3 കാര്യം ഞാൻ പറഞ്ഞു. We need to go. 2, we need to take the mocking and also we need to take the reproach. 3, we need to open our mouths and say that the Lord is good. 4ാമത് പറയുന്നു, നാം നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മടുത്തു പോകരുത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മടുത്തു പോകരുത്. You know what is mission? Doing good, not occasionally. പിരിവ് തരുമ്പോ ഒന്നൊന്ന് കൊടുക്കുന്നതല്ല. ശമരിയക്കാരൻ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു രംഗം ഉണ്ടാകും, അത് പ്രിപ്പയർഡ് ആയിട്ട് പോയതല്ല. ഇറ്റ് വാസ് ഹിസ് ഡെയിലി ലൈഫ്. ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ നന്മ ചെയ്യുക എന്നുള്ളത് നന്മയുള്ള മനുഷ്യന്റെ ഒരു പ്രതികരണമാണ്. You know, if you are good, created for good works, you will always do good. ജോൺ വെസ്ലി പറഞ്ഞത്, do all the good you can, in all the ways you can, in all the time you can. ഏത് സ്ഥലത്തും ഏത് സമയത്തും
ഏതു വിധത്തിലും നന്മ ചെയ്യണം. എന്താ മിഷൻ എന്നറിയാമോ? കർത്താവിന്റെ വേല ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ ഭൂമിയുടെ പരപ്പിലാക്കി. ഞാൻ ചിലതൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യങ്ങൾ. ഞാൻ വിദേശത്തൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അന്ന് അദ്ദേഹം AT&T എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയൊരു കമ്പനി, അദ്ദേഹം റിസർച്ചിന്റെ വലിയ തലപ്പത്ത് നിൽക്കുന്ന ഒരു മലയാളിയാണ്. എൻ്റെ ഒരു സ്നേഹിതനും കൂടാണ്, ഞങ്ങളുടെ അയൽവാസിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ വന്ന് താമസിക്കണം. ഞാൻ അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ കൂടെ പോയി താമസിച്ചു. ഞങ്ങളുടെ അയൽവാസിയാണ്. രാത്രിയായപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞു. എഞ്ചിനീയറിങ്ങിന് പോകാനായി താല്പര്യമുണ്ട്, എന്നാൽ ആപ്ലിക്കേഷൻ ഫോമിൽ വെച്ചിരിക്കുന്ന പണം അയക്കാൻ കൈ കാശില്ല. അപ്പൻ നേരത്തെ മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി. മൂത്ത സഹോദരൻ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ജീവിക്കുന്നത്. നല്ല മാർക്കോടുകൂടെ പ്രീ ഡിഗ്രി പാസ്സായി. ആപ്ലിക്കേഷൻ വരുത്തി വെച്ചിട്ടുണ്ട്. ഇനി അയക്കണമെങ്കിൽ അതിനോടുകൂടെ അയക്കാൻ കാശില്ല. അത് വെച്ചോണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ ബാബുക്കുട്ടി എന്നാ വിളിക്കുന്നേ, ബാബുച്ചായ എന്നാ വിളിക്കും. ബാബുച്ചായന്റെ പപ്പ അതുവഴി വന്നു, അമ്മച്ചിയും കൂടെ വന്നായിരുന്നു. എന്നെ അന്ന് വിളിച്ച് 100 രൂപ എൻ്റെ കൈ തന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തി കർത്താവിന്റെ മിഷനിലുള്ള ധാരാളം ആവശ്യക്കാർ, ദുഃഖിക്കുന്നവർ, കണ്ണുനീരിൽ കൂടെ പോകുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഡു ഓൾ ദ ഗുഡ് യു ക്യാൻ, ഇൻ ഓൾ ദ വേസ് യു ക്യാൻ, ഇൻ ഓൾ ദ പ്ലേസസ് യു ക്യാൻ, അറ്റ് ഓൾ ദ ടൈം യു ക്യാൻ. ചെയ്യണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് വിളിച്ചിട്ടുണ്ടോ? പോകണം. അവനെ നിന്ന ചുമക്കണം. ആദരവനം എന്ന സ്തോത്രയാഗം അർപ്പിക്കണം. ദേശത്ത് നന്മ ചെയ്യുന്നവരായി ജീവിക്കണം. ദൈവസഭയുടെ ദൗത്യമാണ്. ദിസ് ഈസ് ദ മിഷൻ ഓഫ് ദ ചർച്ച്. എന്തുകൊണ്ടൊന്നുകൂടെ ഞാൻ പറയട്ടെ. വൈ ഷുഡ് വി ഡു ദിസ്? ഇവിടെ പറഞ്ഞിരിക്കുന്നു, കർത്താവിനോട് കൂട്ടായ്മ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. എന്താ പറഞ്ഞിരിക്കുന്ന? 13 നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത്, ഒരു വാക്കൂടെ അവിടെ ചേർത്തിട്ടുണ്ട്, അവന്റെ അടുക്കൽ ചെല്ലുക. കർത്താവിന്റെ അടുക്കൽ ചെല്ലുക. ഇനോ ഏറ്റവും അധികം കർത്താവിനോട് ഫെലോഷിപ്പ് അനുഭവിക്കുന്ന ആരാന്നറിയാവോ? വെൻ യു ഡു ദ വിൽ ഓഫ് ഗോഡ്, വെൻ യു ആർ ഇൻ ദ അജൻഡ ഓഫ് ഗോഡ്, ദാറ്റ്സ് ദ ടൈം യു ഗെറ്റ് ദ ക്ലോസസ്റ്റ് ഫെലോഷിപ്പ്. ചിലർക്കൊക്കെ ഹൃദയത്തിൽ ആ സന്തോഷമില്ല. കർത്താവിനോട് ചേർന്നിരിക്കുന്ന അനുഭവം, കഷ്ടങ്ങളിൽ വരുമ്പോൾ അവൻ നമ്മോട് ചേർന്നിരിക്കുന്നു. ഉറപ്പ് വരുന്നത് എന്നാണെന്നറിയാമോ? കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ, കർത്താവിനെ സാക്ഷിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, നമ്മുടെ ആയുസ് ദൈവത്തിന് വേണ്ടി ചെലവിടുമ്പോൾ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നിങ്ങൾ പോകുവീൻ, സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. പിന്നെ പറഞ്ഞ എന്നാന്നറിയോ? ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ലെറ്റ് മീ ടെൽ യു very clearly, when you are in the will of God, you will feel the presence of God. ദൈവേഷ്ടത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സുഖം, ഒരു ആത്മീക ഭാഷയാണ് ഞാൻ ഉപയോഗിച്ചത്, ദൈവ സാന്നിധ്യത്തിന്റെ സുഖം അനുഭവിക്കും. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഞങ്ങൾക്ക് വേദനയുടെ അനേക അവസരങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കും, എന്റെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാത്ത ഒരു സമയം പോലും എനിക്കുണ്ടായിട്ടില്ല. കാരണം എന്നോട് ചേർന്നിരിക്കുന്ന ഒരു കർത്താവുണ്ട്. There is a God who will come close to you. Do you know him like that? പോയാൽ, when you go, കർത്താവ് അയക്കുന്നിടത്ത് പോയാൽ, സാക്ഷിച്ചാൽ, യേശു നല്ലവനെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ, when you are in the agenda, when you are fulfilling God's commission, God is with you. എവിടായാലെന്നാ, എവിടാക്കിയാലെന്നാ, കർത്താവ് നമ്മോട് കൂടെ. 7 ഇരട്ടി ചൂടുള്ള തീയിലായാലും കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് കൂടിയിരിക്കുന്നതാണ് നമ്മുടെ സന്തോഷം. കർത്താവ് കൂടില്ലാതെ വളരെ വളരെ സന്തോഷങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ കർത്താവ് കൂടുള്ളതായി തീയിലിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ സുഖം ലോകം തരുന്ന സന്തോഷത്തെക്കാൾ വലിയതാണ്. So what is the inspiration to do God's work? We are going into close fellowship with him. 2,
ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് നാം ചെയ്യണം? നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഇട്ടേച്ച് പോകണമെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിൽക്കുന്നതൊന്നും ഇല്ല. വിട്ടതിനൊന്നും വലിയ വിലയില്ല. ജോലി വിട്ടെന്നൊക്കെ പറയുമ്പോൾ ഒക്കെ അട്രാക്റ്റീവായിട്ട് തോന്നും. എന്നാൽ ഓർക്കണം, വിട്ടതൊന്നും വലിയ വിലയുള്ളതല്ല. നിത്യതയുടെ വെളിച്ചത്തിൽ നോക്കിയാൽ ഇതൊന്നും ഒരു സാക്രിഫൈസേ അല്ല. ഇവിടെ നിൽക്കുന്ന നഗരമൊന്നും ഇല്ലല്ലോ. ഇന്നുള്ളതും നാളെ വാടിപ്പോകുന്നതും ഇപ്പോൾ ഉള്ളതൊക്കെ ഉണ്ടല്ലോ. ഇറ്റ്സ് ഓൺലി ഫോർ എ ടൈം ബീങ്. ഇറ്റ് വിൽ നെവർ ബി ഇറ്റേണൽ. ഇപ്പോൾ കാണും, പക്ഷേ നാളെ നഷ്ടമാകും. ജിം എലിയട്ട് പറയുന്ന വാക്കുകൾ എത്ര ശക്തമാണ്. അദ്ദേഹം പറഞ്ഞു, he is no fool to lose what he cannot keep. He is no fool to lose what he cannot keep, to gain what he cannot lose. ലാഭിക്കാൻ കഴിയും, അതായത് പിടിച്ചു നിർത്താൻ കഴിയാത്തത് നഷ്ടപ്പെടുത്തി, എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടുത്താത്തതിനെ സൂക്ഷിക്കാൻ കഴിയുന്നവൻ അവൻ ഫൂളല്ല, അവൻ ഒരിക്കലും ഒരു പോഷനല്ല. നാം എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? താൽക്കാലികമായ ലോകത്തിന് വേണ്ടിയാണോ? ഇന്ന് നാം അധ്വാനിക്കുന്നതെല്ലാം അല്പകാലത്തേക്കുള്ളതാണ്. ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു, നാം പാർക്കുന്ന ഭവനത്തിന്റെ വിസ്തീർണം ഇന്നേക്ക് 50 വർഷം കഴിയുമ്പോൾ വലിയ പ്രസക്തിയൊന്നുമില്ല. നാം ഡ്രൈവ് ചെയ്ത കാറ് ദൈവം നല്ലത് തന്നിട്ടുണ്ട്, സ്തോത്രം, ബൈ ഓൾ മീൻസ് യൂസ് ഇറ്റ്. പക്ഷെ ഇതിന്റെ മേലൊന്നും ആശ്രയം വെക്കരുത്. ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ളതാണ്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യമായിട്ടുള്ളതാകുന്നു. വാട്ട് ആർ വി ലിവിംഗ് ഫോർ? ആർ വി ലിവിംഗ് ഫോർ ദ ടെമ്പറൽ തിങ്സ് ഓർ ആർ വി ലിവിംഗ് ഫോർ ദ ഇറ്റേണൽ തിങ്സ്? എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ഇന്ന് രാത്രി ശോധന ചെയ്യണം. താൽക്കാലികമായതിനു വേണ്ടി ജീവിച്ചാൽ അല്പായുസ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം വട്ടപൂജ്യം. ലിവ് ഫോർ ഇറ്റേണിറ്റി. നിത്യതയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ജീവിക്കണം. ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. ഭവനങ്ങൾ ആവശ്യമാണ്, വാഹനങ്ങൾ ആവശ്യമാണ്, ചുറ്റുപാട് ആവശ്യമാണ്. ഒരു ദൈവദാസൻ പറഞ്ഞു, ലിവ് ഫോർ ഇറ്റേണിറ്റി, യു വിൽ ഹാവ് ദ പ്രസന്റ് വേൾഡ് ത്രോൺ ഇൻ. ഈ ലോകത്തിൽ നിത്യതയ്ക്ക് വേണ്ടി ജീവിച്ചാൽ ഈ ലോകത്തിൽ വേണ്ടിയതൊക്കെ ദൈവം ആ സക്ക സമയത്ത് ഇങ്ങ് തന്നോളും. അത് ദൈവം അത് നമുക്ക് വേണ്ടി ആഡ് ഓൺ ചെയ്തു തരും. ബട്ട് ലിവ് ഫോർ ഇറ്റേണിറ്റി. എന്തുകൊണ്ട് നാം നിന്നയോ ഒന്ന് പുറത്തു പോകണം? 2 കാര്യം ഞാൻ പറഞ്ഞു. ബിക്കോസ് വി ആർ ഗോയിങ് ടു ഹിം ടു. ഇന്ന് കാണുന്നതൊന്നും നിലനിൽക്കുന്നത് അല്ല. മൂന്നാമതായി നോക്കിക്കാട്ടെ, വരുവാനുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കാട്ടെ. അതുകൊണ്ട് നാം വരുവാനുള്ളത് അത്രേ അന്വേഷിക്കുന്നത്. 14ാമത്തെ വാക്യം, വി സീക്ക് തിങ്സ് ടു കം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ദൈവത്തിന്റെ ദാസൻ ഇവിടെ ഒന്ന് പറഞ്ഞു, വരാനൊരു രാജാവുണ്ടെന്ന്, വരാനൊരു രാജ്യമുണ്ടെന്ന്, വരാനൊരു ആയുസ്സുണ്ടെന്ന്, വരുവാനൊരു ലോകമുണ്ടെന്ന്, ലഭിക്കാനൊരു പ്രതിഫലമുണ്ടെന്ന്. അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? അതാണ് നിത്യമായിട്ടുള്ളത്. There is something to, there is a king coming, there is a kingdom coming, there is a reward coming, there is an eternal life coming. ഇറ്റേണിറ്റിയിൽ ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. വരുവാനുള്ളത് അത്രേ ഞാനും നിങ്ങളും അന്വേഷിക്കേണ്ടത്. വാട്ട് ഡു വി റിയലി സീക്ക്? ഞാനും നിങ്ങളും എന്ത് അന്വേഷിക്കുന്നു? ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുള്ള ചോദ്യം, ഇഫ് യു ആർ നോട്ട് ഇൻ ദ മിഷൻ ഓഫ് ക്രൈസ്റ്റ്, ഇൻ വാട്ട് മിഷൻ ആർ വി ഇൻ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കർത്താവിന്റെ ദൗത്യത്തിലല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ ഞാനും നിങ്ങൾ ഏത് ദൗത്യത്തിലാണ് ജീവിക്കുന്നത്? ആർ വി ലിവിംഗ് ഫോർ അവർ സെൽസ്? വെറുതെയാണ്. നാം പുസ്തകം വായിക്കുമ്പോൾ ഒരു നല്ല ഉദാഹരണമുണ്ട്. സലോമോൻ, അദ്ദേഹത്തെ പോലെ ധനവാനായ മനുഷ്യൻ, ജ്ഞാനിയായ മനുഷ്യൻ, താൻ ആഗ്രഹിച്ചതൊക്കെ എല്ലാം പണിതു. അങ്ങനെയാണ് പറഞ്ഞത്, എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊക്കെയും പണിതു. ജീവിതത്തിന്റെ അവസാനം പറഞ്ഞ എന്നാന്നറിയാമോ? ഹാ മായ, മായ, സകലവും മായ. You know, the richest man, the wise man, the most wise man, the powerful man lived for himself. At the end, he said, vanity, vanity, all is vanity. നിത്യതയുടെ വെളിച്ചത്തിൽ ഇതിനൊന്നും വിലയില്ല. അപ്പസ്തലനായ പൗലോസ് തന്റെ ആയുസ്സിൽ ലാഭമായിരുന്നതൊക്കെയും
ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി ദൈവത്തിന്റെ പുത്രന് വേണ്ടി ജീവിച്ചു. അവസാനം എന്ത് ലഭിച്ചെന്നറിയാവോ? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ വരവിങ്കൽ പ്രത്യാശ വെച്ച ഏവർക്കും തന്നെ. അപ്പോൾ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഓൾവേസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ സംതിങ് ടു കം. എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ആഗ്രഹമുണ്ട്, ഞാൻ പറയാം. ഐ എം ലുക്കിംഗ് ഫോർ ദാറ്റ് ഡേ ടു കം. എല്ലാവരും ഇത് പ്രാർത്ഥിക്കുമോയെന്ന് അറിഞ്ഞുകൂടാ. ആമേൻ കർത്താവായ യേശുവേ. റിയലി പ്രാർത്ഥിക്കൂ. ആമേൻ കർത്താവായ യേശുവേ, വേഗം വരണമേ. എന്തുകൊണ്ട് നാം കർത്താവിന്റെ ദൗത്യത്തിൽ ആക്റ്റീവായി പ്രവർത്തിക്കണം? 3 കാര്യം ഞാൻ പറഞ്ഞു. വെൻ യു ഡു ദാറ്റ്, we are going into fellowship with him. 2, when you do that, we are only losing the temporal things. 3, when you do that, we are looking for the glory to come. എന്ന് മാത്രമല്ല, നോയിക്കാട്ടെ, ഇവിടെ നാം വായിക്കുന്നു 4-മതായി, it pleases the Lord. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു. God is pleased. എന്താ ഇത് ചെയ്യുന്നതെന്നറിയാമോ? It pleases my master. അപ്പൊ ഇന്ന് അവിടെ ഇരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചാൽ, why do you do this? You know, it is always a good question to ask yourself in everything. Why do you do what you do? അപ്പോൾ ഇന്ന് വളരെ ശക്തമായി ദൈവത്തിന്റെ ദാസന്മാരും സാക്ഷ്യത്തിൽ കൂടെ ഒക്കെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നു? ഞാൻ പറയാം, ചെയ്യുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രതിഫലമൊന്നുമല്ല. ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നു. My Lord is pleased. You know what gives you the greatest joy? It is pleasing my master. എൻ്റെ കർത്താവ് പ്രസാദിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം സേവിക്കുന്ന യജമാനന്മാരുടെ പുഞ്ചിരി കാണുമ്പോൾ ഹൃദയത്തിൽ സന്തോഷം വരുന്നെങ്കിൽ, സ്വർഗത്തിലിരിക്കുന്ന ദൈവാദി ദൈവം നമ്മെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ, doesn't it comfort your heart? Praise the Lord. Hallelujah. ഞാനൊരു മ്യൂസിക്കൽ സ്റ്റുഡൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ഏറ്റവും ഹയസ്റ്റ് മാർക്കോടുകൂടെ പാസ്സായി. അതുകൊണ്ട് ഫൈനൽ ഡേ സെറിമണിയിൽ പാടാനുള്ള അവസരം, സോളോ പാടാനുള്ള അവസരം അവനായിരുന്നു. അവൻ പാടി. വലിയ കൂട്ടം വന്നിട്ടുണ്ട്. മ്യൂസിക് അക്കാഡമിയുടെ പരിപാടിയാണല്ലോ, വലിയ കൂട്ടം, വലിയ ഓർക്കസ്ട്രായി. 1-മത്തെ പാട്ട് പാടി എല്ലാവരും കൈയടിച്ചു. 2-മത്തെ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഇരുന്നവരെല്ലാം എഴുന്നേറ്റ് കൈയടിച്ചു. ഇതൊക്കെ ഉണ്ടായാലും ഈ കൊച്ചന്റെ, ഈ ചെറുപ്പക്കാരന്റെ മുഖത്തിന് ഒരു വ്യത്യാസമില്ല. 3-മത്തെ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അവൻ ഈ ഗാലറിയെ നോക്കിക്കൊണ്ടിരിക്കുക. ഗാലറിയിൽ ഏറ്റവും പുറകിൽ ഒരാൾ ഇരിപ്പുണ്ട്. അവസാനത്തെ ചരണം പാടിയപ്പോൾ ആ മനുഷ്യൻ ഒന്ന് തലയാട്ടി. അപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ കണ്ണങ്ങ് നിറഞ്ഞു. അതാരായിരുന്നെന്നറിയാമോ? ഈ നാളുകളിലൊക്കെയും അവനെ അഭ്യസിപ്പിച്ച അവന്റെ അധ്യാപകൻ. അവന്റെ ഹൃദയം നിറഞ്ഞു. You know, when one day we face our master, if he looks at us and say, well done, my good and faithful servant. നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ, ഹൃദയം തുടിക്കും. Why do we do what we do? It is just to please him. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Is that the kind of life you live? Why do you do? It is for God's glory. അവനെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് നെൽസൺ മണ്ടേലയുടെ റോഡ് ടു ഫ്രീഡം വളരെ എന്നെ ചലഞ്ച് ചെയ്തു. വളരെ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചൊരു ലോയറായത്. ലോയറായി കഴിഞ്ഞ ഉടനെയാണ് ഫ്രീഡം മൂവ്മെന്റ് ആ ദേശത്ത് വന്നത് ശക്തിയോടെ. He was caught into that spirit. ആ ഫ്രീഡം മൂവ്മെന്റിനകത്ത് ആക്റ്റീവായി. അപ്പോൾ ഒരു കൂട്ടുകാരന്റെ കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പാർട്ട്ണർ പറഞ്ഞു, നെൽസൺ,
If you get too much involved, you will lose your career. You are fortunate enough to get education. വിദ്യാഭ്യാസം കിട്ടാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചു. കൂടുതൽ നീ ഫ്രീഡം മൂവ്മെന്റിനകത്ത് കയറിയാൽ നിന്റെ കരിയർ നിനക്ക് നഷ്ടപ്പെടും. ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് കേട്ടൊന്നും നെൽസൺ മണ്ടേല മാറി നിന്നില്ല. തൻ്റെ ആയുസ് ഫ്രീഡം മൂവ്മെന്റിന് വേണ്ടി കൊടുത്തു. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോ ആ വലിയ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഫ്രീ ആയി പ്രഖ്യാപിച്ചപ്പോൾ തൻ്റെ ഹൃദയം നിറഞ്ഞു കാണും. ഇറ്റ് വാസ് വർത്ത് ഇറ്റ് ഓൾ. സ്വന്തം നാടും സ്വന്തം വീടും സ്വന്തം ഭവനക്കാരെയും വിട്ട് മൈലുകൾ യാത്ര ചെയ്ത് കംഫർട്ടുള്ള ഭവനങ്ങളിലല്ല, വലിയ കംഫർട്ടില്ലാത്ത ഭവനങ്ങളിൽ പാർത്ത് കർത്താവിന് വേണ്ടി അധ്വാനിച്ച പ്രാർത്ഥിച്ച ദൈവമക്കളുടെ ഫലമാണ് ഇന്ന് കേട്ട സാക്ഷ്യം. അവരുടെ ഹൃദയം സന്തോഷിക്കത്തില്ലയോ? ലെറ്റ് മീ ആസ്ക് യു, ആർ യു ലിവിങ് എ ഫുൾഫില്ലിംഗ് ലൈഫ്? ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. വാട്ട്സ് ദ ജോയ്? മൈ വർക്ക് വിൽ പ്ലീസ് മൈ മാസ്റ്റർ. ഞാനൊരിക്കൽ വർഷങ്ങൾക്ക് മുമ്പാണ്, അന്നൊക്കെ ഇച്ചിരൂടെ തീഷ്ണതയിൽ ഓടി നടക്കും. രാവിലെയും ഉച്ച കഴിഞ്ഞും പ്രസംഗിച്ചു. വൈകിട്ട് മാങ്ങാനത്തൊരു വീട്ടിൽ കൂട്ടായ്മയ്ക്ക് പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ചു. ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ട്. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ എനിക്ക് തോന്നുന്നു ലൈറ്റും അങ്ങ് പോയി. അപ്പോൾ മെഴുകുതിരിയോ പിന്നെ വിളക്കുമോ ഒക്കെ വെച്ച് പ്രസംഗവും. ഇറ്റ് വാസ് ഹോട്ട്, ചൂടായിരുന്നു. ഞാൻ രാവിലത്തെ ഉച്ചക്കത്തെ യോഗം കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചാണ് നിന്നേ. അപ്പോൾ ഈ വൈകിട്ട് അവിടെ കൂടെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് തളർന്നപ്പോൾ പ്രസംഗം കഴിഞ്ഞുകൊണ്ട് ഞാൻ സ്ലിപ്പ് ഔട്ട് ചെയ്തു. ആ മുറ്റത്ത് പോയി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എന്നെ അറിയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല. സാറേ, കഴിഞ്ഞ വർഷം മാങ്ങാനം ആശ്രമത്തിൽ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ക്യാമ്പിൽ വന്ന് പ്രസംഗിച്ചത് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നു. സാറേ, അന്ന് രക്ഷിക്കപ്പെട്ടതാ. ഇന്നും ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. ആ ചെറുപ്പക്കാരൻ 4 വർഷക്കാലം രാജസ്ഥാനിൽ മെഡിക്കൽ ഡോക്ടറായി പ്രവർത്തിച്ചു, മിഷണറിയായി പ്രവർത്തിച്ചു. എൻ്റെ ഹൃദയം സന്തോഷിക്കത്തില്ലയോ? ലെറ്റ് മീ ആസ്ക് യു ഫ്രണ്ട്സ്, ആർ യു ലിവിങ് ഫോർ ഇറ്റേണിറ്റി ഓർ ഓൺലി ഫോർ ദ ടെമ്പറൽ തിങ്സ്? ഒരു രാജാവ് വരുന്നു, ഒരു രാജ്യം വരുന്നു, ഒരു ഭരണകൂടം വരുന്നു. അനിത്യമായിട്ടുള്ളത് മാറി നിത്യമായിട്ടുള്ളത് വരുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള ദൈവ തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടം സാരമില്ല എന്ന് എണ്ണുന്നു. വാട്ട് ആർ വി ലിവിങ് ഫോർ? നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു? കർത്താവിന് വേണ്ടി ജീവിക്കുമോ? ഇന്ന് ഈ യോഗം കഴിഞ്ഞു പോകുമ്പോൾ ഇന്ന് ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ സാക്ഷ്യത്തിൽ കൂടെയൊക്കെ ചലഞ്ച് ചെയ്തു. എല്ലാവരെയും പൂർണ്ണ സമയം വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നില്ല. കർത്താവ് തിരഞ്ഞെടുത്തവരെ മാത്രമേ വിളിക്കുന്നു, എല്ലാവരെയും വിളിക്കുന്നില്ല. ബട്ട് യു ആർ ഓൾ വിറ്റ്നസ്സസ് ഫോർ ദ ലോർഡ്. നിങ്ങളെല്ലാം യേശുവിൻ്റെ സാക്ഷികളായിരിക്കണം. നിങ്ങളെ ആക്കിയിരിക്കുന്ന വീട്ടിൽ, നിങ്ങളെ ആക്കിയിരിക്കുന്ന നെയ്ബർഹുഡിൽ, നിങ്ങളെ ആക്കിയിരിക്കുന്ന ഓഫീസിൽ, നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് യേശു കർത്താവിനെ കുറിച്ച് ശക്തമായി സാക്ഷിക്കണം. അവന് വേണ്ടി ജീവിക്കണം. അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കണം. അവന്റെ നിന്ന ചുമക്കണം. ആവശ്യക്കാരുടെ അടുത്തേക്ക് പോകണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ, ഈ ചെറിയവരിൽ ഒരുത്തന് വേണ്ടി നീ ചെയ്തതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു എന്ന് ഒരു ദിവസം കേൾക്കുവാനായി ഇടയാകണം. അങ്ങനെ ജീവിക്കുമോ? ഒരു ചെറിയ കഥയോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ ഒരു സോൾജർ ബ്ലൈൻഡായി കഴിഞ്ഞപ്പോൾ രാജാവ് ആർമിയിൽ നിന്ന് അവനെ പിൻവലിച്ചു. അവനൊരു പുതിയ ജോലി കൊടുത്തു. ആ ജോലി കൊടുത്തത് ഈ ആർമി ഹോസ്പിറ്റലിൽ
അതിൻ്റെ ആ ഫ്രണ്ട് റൂമിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി പിയാനോ വായിക്കാൻ. ഇപ്പോൾ അവന് കൊടുത്തൊരു ജോലിയാണ്. വേദനയോടെ കടന്നു വരുന്നവരുണ്ട്, പരിശോധനയ്ക്ക് വരുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയൊക്കെ പിയാനോ വായിക്കാൻ. അപ്പോൾ ഒരു വലിയ ഗ്രാൻഡ് പിയാനോ അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് വായിക്കും. ധാരാളം ആർമി മെൻ, വൂണ്ടഡ് സിക്ക് ആർമി മെൻ വിൽ കം. അപ്പോൾ ഈ മനുഷ്യന്റെ ജോലി കാഴ്ച നഷ്ടപ്പെട്ടു എങ്കിലും ബ്ലൈൻഡായിട്ട് വായിക്കും, നല്ലപോലെ വായിക്കും, വിശ്വസ്തനായി വായിച്ചു. ഒരു ദിവസം അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ നടക്കുന്നൊരു ശബ്ദം കേട്ടു. നല്ല കോൺഫിഡൻസ് സ്റ്റെപ്പ് പോലെ തോന്നി. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ നിന്നെന്ന് മനസ്സിലായി, കാരണം നടന്നു പോയില്ല. സോ ദ പേഴ്സൺ ഹു വാക്ക്ഡ് അപ്പ് ടു ഹിം സ്റ്റോപ്പ് ദേർ. അങ്ങേര് പാട്ടൊന്നും നിർത്തിയില്ല, പാട്ട് മുഴുവൻ വായിച്ചു. പാട്ട് വായിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്ന ആള് കൈകൊട്ടി. അപ്പോൾ ഈ സോൾജറിനൊരു സംശയം, ഇതാരാ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, സർ മേ ഐ നോ ഹു ആർ യു? നിങ്ങൾ ആരാ? മറുപടി ഇങ്ങനെയായിരുന്നു, സൺ ഇറ്റ് ഈസ് യുവർ കിങ്. മോനെ, നിന്നെ ഇവിടെ ആക്കിയ രാജാവാ. ഞാൻ ഈ കഥ പറഞ്ഞ എന്നാന്നറിയാവോ? ജീവിതകാലം തീരുന്നൊരു സമയമുണ്ട്. ദർ ഇസ് എ ടൈം വെൻ യുവർ സോങ്, ലൈഫ് സോങ് വിൽ ബി ഓവർ. അന്ന് നമ്മുടെ കാതുകളിൽ ഒരു ശബ്ദം കേൾക്കണം, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇവിടെ ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളുകളെ വിളിച്ച് ആവശ്യക്കാരുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കും. തനിക്ക് കഴിവിനപ്പുറത്താണെങ്കിൽ, തനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, തന്നാലാവത് ചെയ്തിട്ട് മറ്റുള്ളവരെ വിളിച്ച് സഹായിക്കുന്ന ഭക്തന്റെ ജീവിതം അവസാനിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം കൈകൊട്ടുമെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ അപ്പസ്തലനായ പൗലോസ് പറഞ്ഞത്, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഡു യു ഹാവ് ദിസ് ഹോപ്പ്, ഗ്ലോറിയസ് ഹോപ്പ്? ഓൺലി വൺ ലൈഫ്, ഓൺലി വൺ ലൈഫ്. ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ് അഗൈൻ. ഓൺലി വൺ ലൈഫ്. ആയുസ് ഒന്നേ ഉള്ളൂ. ആൻഡ് ദാറ്റ് വിൽ സൂൺ ബി പാസ്. 7, 10 ഏറെയായാൽ 80. ഓൺലി വാട്ട് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ്. ക്രിസ്തുയേശുവിന് വേണ്ടി ചെയ്തത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കർത്താവേ, എൻ്റെ ആയുസ് നിനക്ക് വേണ്ടി എന്നാലാവോളം എൻ്റെ നെയ്ബർഹുഡിൽ, എൻ്റെ ഓഫീസിൽ, എൻ്റെ ചുറ്റുപാട്, ആവശ്യക്കാരുടെ ഇടയിൽ, ദുഃഖിക്കുന്നവരുടെ ഇടയിൽ ഞാൻ കടന്നുപോയി. പ്രാർത്ഥിക്കാൻ വലിയ വാചകങ്ങളൊന്നും വേണ്ട. ചില വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവരാശ്വസിക്കും. ആവശ്യത്തിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് നല്ലൊരു ആലോചന പറഞ്ഞു കൊടുത്താൽ മതി, അത് മതി. ഒന്ന് എൻകറേജ് ചെയ്താൽ മതി. പ്രയാസത്തിലിരിക്കുന്നവർക്കൊരു ഗൈഡൻസ് കൊടുത്താൽ മതി. യേശുവിനെ കുറിച്ച് നമുക്കറിയാവുന്ന ഭാഷയിൽ കർത്താവ് നിനക്കാരാണെന്ന് ഒന്ന് തുറന്നു പറഞ്ഞാൽ മതി. God will do the rest. Leave the result with God. God can do it. നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് ചെല്ലുക. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുമോ? തലകളെ അണക്കാം, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശും എടുത്തിനി ഞാൻ യേശുവെ പിൻചെല്ലുകയാണ്. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും പാരിൽ കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. God has blessed you. If He has cleansed your life, if you have been made whole again, let us go outside the camp. നന്ദിയുള്ളവരായി പാളയത്തിന്റെ പുറത്ത്. Hallelujah. You know where Jesus is? യേശു എവിടാന്നറിയാമോ? അവിടെയാണ്. That is where you will feel the sweet fellowship with Jesus. Hallelujah. നമ്മുടെ ഭദ്രതയുടെ കോട്ടയ്ക്കകത്തല്ല, കംഫർട്ട് സോണിനകത്തല്ല, കർത്താവിന് വേണ്ടി ജീവിതം ചെലവിടാൻ. Live for Jesus and live for others. You will have a fulfilling life. യേശുവിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം ആനന്ദകരമായ ജീവിതമായി തീരും.
ഹല്ലേലൂയ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ കിടക്കുന്നു. ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കുന്നു. ഒരുവൻ തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നാമനിമിത്തം ഒരുവൻ തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ഗോഡ്സ് വേർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. നമുക്ക് ആരും എക്സ്പെർട്ട് ഒന്നും ആകണ്ട. ടെൽ വാട്ട് ഗോഡ് ഹസ് ഡൺ ഫോർ യു. ഡു വാട്ട് യു ക്യാൻ, ഓൾ ദ ഗുഡ് യു ക്യാൻ. യേശു കർത്താവിനെ കുറിച്ച് പറയണം, നന്മ ചെയ്യണം, സ്തോത്രയാഗം അർപ്പിക്കണം, യേശുവിന്റെ നിന്ന ചുമക്കണം. ലോകത്തിന്റെ മാനം താൽക്കാലികം. ഇന്ന് കൈയടിക്കുന്നവർ നാളെ കൈയടിക്കണമെന്നില്ല. എന്നാൽ ഗുരുവിന്റെ പിൻപേ ജീവിച്ചാൽ ഒരു ദിവസം അവന്റെ പ്രസാദം കണ്ട് സന്തോഷിക്കാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് ഈസ് കോളിംഗ് യു ടു ടേക്ക് ദാറ്റ് സ്റ്റെപ്പ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യത്വത്തിന്റെ ഈ പടിയെടുക്കുവാൻ കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. I am going to give you an altar call. കർത്താവെ, എൻ്റെ ആയുസ്സിനെ കുറിച്ചുള്ള ഉദ്ദേശം എനിക്ക് ഇന്ന് മനസ്സിലായി. നീ എന്നെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നീ എന്നെ ഉദ്ദേശിക്കുന്നത് പോലെ ജോലിയോടുകൂടിയോ മുഴുസമയമോ കർത്താവെ ഏത് രീതിയിലോ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നാലാവോളം അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ, നിനക്ക് വേണ്ടി പോകുവാൻ, നിന്ന ചുമക്കുവാൻ ആധരം തുറന്ന് യേശുവിനെ സാക്ഷിക്കുവാൻ, എന്നാലാവോളം നന്മ ചെയ്യാൻ. Here I am, Lord Jesus. I want to live like you. Hallelujah. അവൻ പാളയത്തിന്റെ പുറത്ത്, നാമും അവന്റെ പിന്നാലെ. ഞാൻ പിൻചെല്ലും കർത്താവേ, ഞാൻ പിൻചെല്ലും. I will do that. ജീവനിൽ പേർക്കായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ലാസ്റ്റ് സ്റ്റാൻസ പാടുന്നതിന് മുമ്പേ I just want to give you pressure ഒന്നുമില്ല. We won't pressurize you. Praise the Lord. If God's love forces you, Praise the Lord. stand up and say, Lord, I am available. Jesus. I will do what I can. Hallelujah. With the ability you have given me. Jesus. എനിക്ക് തന്നിരിക്കുന്ന കഴിവനുസരിച്ച് എന്നാലാവോളം ചെയ്യാൻ ഞാനും ഉണ്ട് കർത്താവേ. ഈ പട്ടണത്തിൽ ദൈവം ഒരു ചെറിയ ഗ്രൂപ്പിനെ ആഗ്രഹിക്കും. The Hallelujah. Lord is looking for some people. Praise the Not able people, but available people. Praise the Lord. You say, Lord, I will carry the cross. Amen. ലോകം എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ചിലരൊക്കെ എന്നെ കളിയാക്കുമായിരിക്കും. ഞാൻ നിന്നെ കുറിച്ച് സാക്ഷിക്കുമ്പോൾ പരിഹസിക്കുമായിരിക്കും. അത് സാരമില്ല. I will go outside the camp Amen. and glorify you. Hallelujah. Thank you. Praise the Lord. Praise the Hallelujah. Hallelujah. ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭക്തനെ കൊണ്ട് ദൈവം ചെയ്യാൻ പോകുന്നത് ലോകം ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. This may be the crucial time in your life
when you say, Lord, I will tell about you. ലജ്ജിക്കാതെ സാക്ഷിക്കുന്നു. കർത്താവ് ആരാന്ന് മറ്റുള്ളവരോട് പറയും. എന്നാലാവോളം കർത്താവിൻ്റെ വേലയിൽ ഞാൻ പങ്കാളിയാകും. എന്നാലാവോളം. ഇനി ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ലജ്ജിക്കണ്ട. താങ്ക് യു. God bless you. Hallelujah. Is there anybody else? We are going to pray together. Praise the Lord. Hallelujah. Thank you. Thank you. Let's repeat that. മാനം ധനലോകജ്ഞാനം സ്ഥാനം സുഖമീതല്ല ലാഭം അല്ലെനിക്കിനി വൻ ജീവനിൻ പേർക്കായി വെടിഞ്ഞ ജീവനിൽ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാ